യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചാണ്. നമ്മളവിടെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സാമൂഹ്യ ദർശനങ്ങളിലെ സാമ്യങ്ങളും വ്യത്യാസങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ദർശനം എന്ന് നമ്മൾ പറയുണ്ടായി. അതിനെക്കുറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിസ്തരിച്ച് പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. യേശുക്രിസ്തുവിൻ്റെ സാമൂഹ്യ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സാമൂഹ്യ ദർശനമാണ് പുതിയ നിയമത്തിൽ കാണുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിക്കുകയായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന ജനവിഭാഗങ്ങളെ കർത്താവ് സ്വീകരിക്കുകയും അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ ചില എപ്പിസോഡുകളിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് യഹൂദർ മാറ്റി നിർത്തിയിരുന്നത്, അവരോടുള്ള യേശുക്രിസ്തുവിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് കാലിക പ്രസക്തിയുള്ളതുമാണ്. ഉദാഹരണമായിട്ട് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളിലുള്ളത് വിജാതീയരൊരു വിഭാഗമാണ്. വിജാതീയർ സമറിയാക്കാർ മാറ്റി നിർത്തപ്പെട്ടവർ. മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന സ്ത്രീകൾ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. അവരോടുള്ള ക്രിസ്തുവിൻ്റെ സമീപനം, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ നമ്മൾ കാണുന്ന അവരോടുള്ള സമീപനം. പിന്നെ ദരിദ്രർ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. ചുങ്കക്കാർ, പാപികൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പം ഇങ്ങനെ അവഗണിക്കപ്പെട്ട ചില വിഭാഗങ്ങളെക്കുറിച്ച്, അവരോടുള്ള ക്രിസ്തുവിൻ്റെ സമീപനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നമുക്ക് ആദ്യമായിട്ട് വിജാതീയരോടുള്ള ഒരു മനോഭാവം അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവം, ആദിമ സഭയുടെ മനോഭാവം, അത് ലേഖനങ്ങളിലൊക്കെ വെളിപ്പെടുത്തപ്പെട്ട സമീപനം എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിൽ വിജാതീയരെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോൾ, യഹൂദരല്ലാത്ത എല്ലാ ജനവിഭാഗങ്ങളും വിജാതീയരെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഹൂദരല്ലാത്ത എല്ലാ ജനവിഭാഗങ്ങളെയും പൊതുവായിട്ട് വിജാതീയരിൽ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ക്രൈസ്തവർ ഉൾപ്പെടെ, അതെ, നമ്മൾ വേണമെങ്കിൽ ക്രൈസ്തവർ, അക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരും ബാക്കിയുള്ളവരെല്ലാവരെയും, ബാക്കി മതവിഭാഗത്തിൽപ്പെട്ടവരെ, ക്രൈസ്തവരല്ലാത്ത എല്ലാവരും വിജാതീയരായിട്ടായിരിക്കും. നമ്മൾ ആ വാക്ക് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു വിജാതീയർ എന്ന് പറയുന്ന ഒരു വാക്ക് ഈ അർത്ഥത്തില്, ഈ കോണ്ടെക്സ്റ്റിൽ അതെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദരല്ലാത്ത, ഏകദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കാത്ത
എല്ലാവരും വിജാതീയരെ വിജാതീയരാണ്. അബ്രാഹത്തിന്റെ സന്തതികളല്ലാത്ത എല്ലാവരും വിജാതീയരാണ്. ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന, അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള ജനവിഭാഗത്തെ അവർ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്, അവഗണിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അവരുമായിട്ട് സമ്പർക്കം പുലർത്തരുതെന്ന് പറയാണ്. അവരുമായിട്ട് ഒരു സമ്പർക്കവും പുലർത്തരുത് വിജാതീയരുടെ. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിഗ്രഹാരാധകരായിട്ടാണ്. ഏകസത്യ ദൈവമായിട്ടുള്ള യഹോവയെ അംഗീകരിക്കാത്തവർ, യഹോവയിൽ വിശ്വസിക്കാത്തവർ, അതുപോലെ തന്നെ യഹൂദരെ, ഈ പറയുന്ന ഇസ്രായേൽക്കാരെയൊക്കെ വഴിതെറ്റിക്കുന്നവർ ബഹുദൈവങ്ങളിലേക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ദേശത്ത് ചെല്ലുമ്പോൾ അവരുടെ ദുരാചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത് ഒരു കാരണവശാലും. അപ്പോൾ അവർക്ക് നിയമാവർത്തനത്തിൽ നിൽക്കുന്ന അവരുടെ പേഗൻ പ്രാക്ടീസസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ആരാധനക്രമങ്ങൾ. അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. അവരുടെ ആരാധനയുമായിട്ട് അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദൈവവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ ഉണ്ട്. അവരുമായിട്ട് ഒരു തരത്തിലും ഇടപെടരുത്. മാത്രമല്ല അവരെ അശുദ്ധരായിട്ടാണ്, യഹൂദരല്ലാത്ത ആളുകളെ എല്ലാം അശുദ്ധരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവരുമായിട്ട് ഒരു സമ്പർക്കവും പാടില്ല എന്നുള്ളൊരു കാര്യം നിഷ്ഠ പഴയ നിയമത്തിൽ പലയിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വിജാതീയ വിഭാഗത്തെ അവർ അവജ്ഞയോടുകൂടിയാണ് അവർ വീക്ഷിച്ചിരുന്നത്. അവരുമായിട്ടുള്ള ഒരു ബന്ധമില്ല. യഹൂദരുടെ കാഴ്ചപ്പാടിൽ അവർ അശുദ്ധരായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ യഹൂദർ അവരുടെ ഐഡൻറ്റിറ്റി, അവർ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു ജനമാണെന്നുള്ള അവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ അനന്യത സ്വത്വം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ എപ്പോഴും മാറി നിൽക്കണം. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ഒരു സൂചന അതുവഴിയായിട്ട് ലഭിക്കുന്നുണ്ട്. 10-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിന് സംഭവം ഇതാണ്. പത്രോസിന് കൊർന്നേലിയസിൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു ദർശനം ലഭിക്കുകയാണ്. കൊർന്നേലിയസ് ഒരു വിജാതീയനാണ്. ആദ്യം ദർശനമാണ് കിട്ടുന്നത്. ആ ദർശനത്തിൽ അദ്ദേഹം വിജാതീയൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ടുള്ള തൻ്റെ മടി, അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് 10-ാം അധ്യായം 28-ാമത്തെ, എന്നിട്ട് അദ്ദേഹത്തിന് പിന്നീട് നിർദ്ദേശം കിട്ടുകയാണ്, വെളിപ്പെടുത്തി കിട്ടുകയാണ്, വിജാതീയരുടെ ഭവനത്തിലേക്ക് പോകണമെന്ന് നിർദ്ദേശം കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടേക്ക് പോകാനായിട്ടുള്ളതിലുള്ള വൈമുഖ്യത്തെക്കുറിച്ച് ഈ 10-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരാളെയും നമ്മൾ അശുദ്ധനെന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. സാർ ഒന്ന് വായിക്കാവോ? അവൻ അവരോട് പറഞ്ഞു, അതായത് ഈ കൊർന്നേലിയസിന്റെ ഭവനത്തിൽ ചെന്നിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. സംസാരത്തിന്റെ ആരംഭത്തിൽ പറയാണ്, പത്രോസ് പറയാണ്, മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദനെ എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആണ്. നോക്കുക, മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു വിജാതീയനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ദർശനത്തിൽ. ഈ വ്യത്യാസം ഉണ്ടാകാനായിട്ട് പാടില്ല, വ്യത്യാസം നിന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് കാണിച്ചു തന്നിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിക്കുന്ന, അതിൻ്റെ ആദ്യ ഭാഗം സൂചിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. അപ്പം വിജാതീയരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ 11-ാം അധ്യായത്തിൽ തന്നെ, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് പത്രോസ്ലീഹ വിജാതീയനായ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ പോയതും അദ്ദേഹത്തോട് പ്രസംഗിച്ചതും അതുപോലെ തന്നെ
അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ള ആളുകളോടൊപ്പം ഭക്ഷണത്തിനിരുന്നതും യഹൂദ ക്രൈസ്തവരെ ചൊടിപ്പിച്ചു. എന്തുകൊണ്ട് നീ അത് പോയി എന്ന് ചോദിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാവോ? വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂദയായിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരരും കേട്ടു. തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദനവാദികൾ അവനെ എതിർത്തു. പരിച്ഛേദനവാദികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് യഹൂദ ക്രൈസ്തവരാണ്. യഹൂദരിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ആളുകൾ ഈ പത്രോസ് അവിടെ പോയി പ്രസംഗിച്ചു, വിജാതീയനായിട്ടുള്ള ഒരുവന്റെ ഭവനത്തിൽ പോയി പ്രസംഗിച്ചു എന്ന് കേട്ടപ്പോൾ പത്രോസിനെ എതിർത്തു. എന്നിട്ടാണ് ചോദ്യം ചോദിക്കുകയാണ് അവർ ചോദിച്ചു, അപരിചരിതരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അവരുടെ അടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല. ഒരു യഹൂദൻ വിജാതീയര് ഭവനത്തിൽ പോകാനായിട്ട് അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരിക്കാനായിട്ട് അനുവദിക്കുകയല്ല. പക്ഷെ പത്രോസ് അത് ചെയ്തു. അപ്പൊ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജാതീയരുമായിട്ടുള്ള സമ്പർക്കം പാടില്ലെന്നുള്ളത് കർശനമായിട്ടുള്ള ഒരു നിയമമായിരുന്നു യഹൂദരുടെ ഇടയിൽ. അത് ലംഘിച്ചതിനെ യഹൂദ ക്രൈസ്തവർ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ആരംഭത്തിൽ ഈ യഹൂദർക്ക് വിജാതീയരുമായിട്ട് അത്രമാത്രം ഒരു ശത്രുതയോ ഒരു അകൽച്ചയോ ഉണ്ടായിരുന്നില്ല ആരംഭത്തിൽ. പക്ഷെ പിന്നീടാണ് ചരിത്രത്തിൽ നമ്മളത് കാണുന്നത്. ഈ അകൽച്ച വർദ്ധിക്കുക. ആദ്യം ഉണ്ടായിരുന്ന അകൽച്ച കാലം ചെല്ലും തോറും കൂടുകയായിരുന്നു. ഉദാഹരണം അതെ, അതിന് കാരണമുണ്ട്. ഈ ബാബിലോൺ സാമ്രാജ്യം യൂദാരാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു കാര്യം 587 ക്രിസ്തുവിന് 587 വർഷങ്ങൾക്ക് മുമ്പ് കീഴ്പ്പെടുത്തി. അത് ബാബിലോൺ വിജാതീയർ കീഴ്പ്പെടുത്തുകയാണ്. വിജാതീയർ കീഴ്പ്പെടുത്തുന്നത് മാത്രമല്ല, അവർക്ക് ആ സമയത്തും കീഴ്പ്പെടുത്തുക മാത്രമല്ല, രാജാവിനെ നഷ്ടപ്പെടുന്നു, ദേവാലയം നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ അവരുടെ ദേശം നഷ്ടപ്പെടുകയാണ്. അവർ പ്രവാസികളായിട്ട് ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടുന്നു. അപ്പോൾ അവിടെ അവർക്കുണ്ടായ ഈ ദുരനുഭവം, വിജാതിരിൽ നിന്നവർക്കുണ്ടായിരുന്ന ദുരനുഭവം അവർക്ക് മറക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. കാരണം അവരുടെ രാജ്യം നഷ്ടപ്പെടുന്നു, രാജാവിനെ നഷ്ടപ്പെടുന്നു, ദേവാലയം നഷ്ടപ്പെടുന്നു. അപ്പോൾ അവരുടെ വേദന 137-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് സഹീയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വിലാപമാണ് വാസ്തവത്തിൽ. അപ്പം ഈ ഒരു തകർച്ച ബാബിലോൺകാർ കീഴ്പ്പെടുത്തിയതും അതിനുശേഷം ബാബിലോണിൽ അവർ അനുഭവിച്ചതുമായിട്ടുള്ള, അത് വിജാതിയരുടെ പക്കൽ നിന്ന് അവർ അനുഭവിച്ചതായിട്ടുള്ള വേദന, വിജാതിരിൽ നിന്നും കൂടുതലായിട്ട് അകന്നു നിൽക്കാനായിട്ട്, വിജാതിരെ മാറ്റി നിർത്താനായിട്ട് പ്രേരിപ്പിച്ചൊരു കാര്യമാണ്. പിന്നീട് ചരിത്രത്തിൽ ഗ്രീക്ക് ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു കുറേ നാൾ പിന്നീടുള്ള ചരിത്രത്തിൽ ഈ യഹൂദർ. അപ്പം ഗ്രീക്ക് ആധിപത്യത്തിലായിരിക്കുമ്പോൾ ഗ്രീക്ക് ഭരണാധികാരികൾ, പ്രത്യേകിച്ച് അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി യഹൂദരെ ഒരുപാട് പീഡനത്തിന് വിധേയരാക്കി. യഹൂദരോട് പന്നിമാംസം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നു, ദേവാലയത്തിൽ പ്രവേശിച്ചുകൊണ്ട് ദേവാലയം അശുദ്ധമാക്കുന്നു, ബലിപീഠത്തെ അശുദ്ധമാക്കുന്നു, നിയമഗ്രന്ഥം കത്തിച്ചു കളയുന്നു, യഹൂദന്മാരുടെ ആചാരങ്ങളെല്ലാം ആചാരങ്ങളും അതുപോലെ തന്നെ തിരുനാൾ ആഘോഷങ്ങളും ഒക്കെ നിർത്തലാക്കുന്നു. അപ്പോൾ ഇതെല്ലാം വിജാതിയരോടുള്ള എതിർപ്പ്, അകൽച്ച വർദ്ധിപ്പിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ, അതിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു യഹൂദർ. അവർക്ക് ദുസ്സഹമായിട്ടുള്ള ഭാരം അവരുടെ മേൽ ചുമത്തിയിരുന്നു, നികുതി പിരിച്ചൊക്കെ ആയിട്ടുള്ള. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ വിജാതിയരോടുള്ള ഒരു വെറുപ്പിന്, അവജ്ഞയ്ക്ക് കാരണമാക്കി എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ കടന്നുവരവ്. യഹൂദർ മാറ്റി നിർത്തിയിരുന്ന, അവജ്ഞയോടെ വീക്ഷിച്ചിരുന്ന, അകലം പാലിച്ചിരുന്ന വിജാതിയരോടുള്ള യേശുക്രിസ്തുവിൻ്റെ സമീപനം
സുവിശേഷങ്ങളിൽ അത് വ്യക്തമാക്കുന്നുള്ളൊരു കാര്യമാണ്. അവരെ സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവരോടുള്ള സമീപനത്തിൽ. ഉദാഹരണമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ശിമിയോൻ്റെ പ്രവചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കർത്താവ് ഒരുക്കിയിരിക്കുന്ന സകല ജനതകൾക്കും വേണ്ടിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിനും നിന്റെ ജനമായിട്ടുള്ള ഇസ്രായേലിൻ്റെ മഹത്വമാണ്, മഹിമയാണെന്ന്. അപ്പം ഇസ്രായേലിൻ അത് യഹൂദരെയും വിജാതീയരെയും ഉൾക്കൊള്ളുന്ന ഒരു രക്ഷാകര പദ്ധതിയാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രവർത്തന മണ്ഡലം, ക്രിസ്തുവിൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത്, മേഖല എന്ന് പറയുന്നത് യഹൂദരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, വിജാതരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. നമുക്ക് സുവിശേഷത്തിൽ ചില ഉദാഹരണങ്ങളുണ്ട്. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന സംഭവം, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ശതാധിപന്റെ പുത്രനെയാണ് സുഖപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് കാണുന്നത്. അപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ ഓർക്കണം, ഇതൊരു വിജാതീയനാണ്. വിജാതീയർക്കും ക്രിസ്തുവിൻ്റെ രക്ഷ, യേശു ക്രിസ്തുവിൻ്റെ രക്ഷ ലഭിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണത്, ഒരത്ഭുതമാണത്. അത് മാറ്റി നിർത്തുന്നില്ല. യഹൂദനെന്നോ വിജാതീയനെന്നോ ഉള്ള വേർതിരിവില്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ ഏവർക്കും ഉള്ളതാണ്, വിജാതീയർക്കും ഉള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, വിജാതീയനെ അവിടെ മാതൃകയായിട്ട്, ഇസ്രായേൽ പോലും ഇതുപോലെ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് പറയുന്നത് അവരെ അഭിനന്ദിക്കുക. അവർ കമ്പയർ ചെയ്യുകയാണ്. ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ കാനാൻകാരി സ്ത്രീ, ആ സംഭവം നമ്മൾ, അവൾ വിജാതീയ സ്ത്രീയാണ്. അവളെയും അവളുടെ വിശ്വാസത്തെ ഓർത്ത് അവളൊരു മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. നിന്റെ വിശ്വാസം വളരെ വലുതാണ്. അവിടെ ഒരു കമ്പാരിസൺ ഉണ്ട് വാസ്തവത്തിൽ. അപ്പം അത്രയും അവൾ വിശ്വാസത്തെ പ്രകീർത്തിക്കുകയാണ് ഒരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് അതേക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മക്കളുടെ അപ്പമെടുത്ത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ, അവളെ അവഹേളിക്കുന്ന പോലെയുള്ളൊരു ഇതൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മളത് അതിൻ്റെ നന്നായിട്ട് പഠിക്കുമ്പോൾ അവളെ അവഹേളിക്കുകയല്ല ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. ഒരു പ്രയോഗമാണത്, ഒരു ശൈലിയാണ്, ഒരു നമ്മളെ ഒരു ചൊല്ലെന്ന് പറയുന്ന ഒരു കാര്യമാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല, ഉചിതമല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നായ്ക്കൾ എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്ന കുനാരിയൻ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. കുനാരിയൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സാധാരണ പട്ടി എന്നുള്ള അർത്ഥത്തിലല്ല, നായ എന്നുള്ള അർത്ഥത്തിലല്ല, വീട്ടിൽ വളർത്തുന്ന പെറ്റ് ഡോഗിനെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പെറ്റ് ഡോഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടിന്റെ ഒരു ഭാഗമാണ്, വീടിന്റെ കുടുംബ അംഗം പോലെ. അതെ. ചില പിള്ളേരൊക്കെ, വീട്ടിലെ ആളുകളൊക്കെ എത്ര കാര്യമായിട്ടാണ് ഇതിനെയൊക്കെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. വീടിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പോണിടത്തൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. പെറ്റ് ഡോഗിനെ ഉദ്ദേശിച്ചാണ് കുനാരിയോൻ എന്ന് പറയുന്നത്. പക്ഷെ വീട്ടിലിങ്ങനെ വളർത്തുന്ന പട്ടിയാണെങ്കിൽ ശരി, നായ്ക്കളാണെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി ലാളിച്ച് വളർത്തുന്നതാണെങ്കിൽ പോലും വീട്ടിലെ അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആദ്യം അത് പട്ടിക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആണോ? മക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മക്കളുടെ ഭക്ഷണം എടുത്ത് നായ്ക്കൾ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ, ഒരു മുൻഗണനയുണ്ട്, ഒരു പരിഗണനയുണ്ട്. അപ്പം ഇസ്രായേലിലെ അത് നമ്മൾ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം, നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ്. അപ്പം ദൈവിക പദ്ധതിയിൽ ഒരു മുൻഗണനയുണ്ടെന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ രക്ഷകനാണ്, ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിലൊരു പരിഗണന, മുൻഗണനാക്രമം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. യേശു പറയുന്നില്ലേ, ശിഷ്യന്മാരെ പറഞ്ഞിടുമ്പോൾ നിങ്ങൾ വിജാതീയരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കരുതെന്നൊക്കെ പറയുന്നൊരു, അതും നമ്മൾ മനസ്സിലാക്കണം. വിജാതീയരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കരുത്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന വിജാതീയരുടെ അടുക്കലേക്ക് പോകരുത്, അതെ, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് നമ്മൾ കാണണം. അതായത് യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതം ഏതാണ്ട് സുവിശേഷങ്ങൾ
അവതരിപ്പിക്കുന്നതനുസരിച്ച് 3 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഓ, പരസ്യ ജീവിതമാണ്. അപ്പോൾ ആ കാലയളവിൽ ഈ അവർ സ്വീകരിക്കേണ്ട ഒരു പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിജാതിൻ്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള യഹൂദരുടെ ഇടയിൽ ആദ്യം പ്രഘോഷിക്കുക. ക്രിസ്തു അങ്ങനെ തന്നെയാണ് ചെയ്തത്. പ്രധാനമായിട്ട് യഹൂദരുടെ ഇടയിലാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. അതെ, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. സമയപരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ യഹൂദരുടെ ഇടയിൽ പ്രഘോഷിക്കുക. മാത്രമല്ല നമ്മൾ പിന്നീട് കാണുന്ന സുവിശേഷത്തിൻ്റെ അവസാനം നോക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഏതെങ്കിലും സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ആദ്യത്തെ 3 സുവിശേഷങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഉത്ഥാനം ചെയ്ത് ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകിക്കൊണ്ട് പറയുന്ന കാര്യം, ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 47-ാമത്തെ വാക്യം മുതൽ വരുമ്പോൾ പ്രേക്ഷിത ദൗത്യമാണ്. ജെറൂസലേം മുതൽ സകല ജനതകളോടുമാണ്, എല്ലാ ദേശങ്ങളോടുമാണ്. ടു ഓൾ നേഷൻസ് ബിഗിനിങ് ഫ്രം ജെറൂസലേം. അപ്പോസ്തല പ്രവർത്തനം അത് തന്നെയാണ്. 1:8 സാർ കൃത്യമായിട്ട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറൂസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തി വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാവുകയും ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ ഭാഗം ഓർക്കണം, ജെറൂസലേം യൂദയായും എന്ന് പറയുമ്പോഴത്തേക്ക് യഹൂദരുടെ സ്ഥലമാണ്, യഹൂദരുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ യൂദയായിലും സമറിയ അടുത്ത ഘട്ടമാണ്. സമറിയായി പ്രഘോഷിക്കുക. സമറിയ എന്ന് പറയുമ്പോഴത്തേക്കും യഹൂദരും വിജാതീയരും അല്ലാത്ത ഒരു ഗണമാണ്. നമ്മൾ അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. യഹൂദരും വിജാതീയരും അല്ലാത്ത ഒരു ഗണത്തിനോട് സുവിശേഷം പ്രഘോഷിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ലോകത്തിന്റെ അതിർത്തി വരെ. ലോകത്തിന്റെ അതിർത്തി, എൻഡ്സ് ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ടെക്നിക്കൽ സാങ്കേതിക പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിജാതീയരുടെ ഇടയിൽ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ തന്നെ ആ പ്രേക്ഷിത ദൗത്യം തന്നെ വിജാതീയരെയും ഉൾക്കൊള്ളുന്ന പ്രേക്ഷിത ദൗത്യമാണ്. പക്ഷെ അവിടെ ഒരു മുൻഗണനയുണ്ടെന്നുള്ളത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അതിൽ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൗലോസ്ലീഹ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ അറിയപ്പെടുന്നത് വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണ്, അല്ലേ അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് വിജാതീയ അപ്പസ്തോലൻ എന്നാണ്. വിജാതീയർക്ക് ഇടയിൽ പ്രധാനമായിട്ട് സുവിശേഷ വേല നിർവഹിച്ച അപ്പസ്തോലൻ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും, അല്ലേ, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും ദൈവത്തിന്റെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട്. ആദ്യം യഹൂദർക്കും, ഇവിടെ ഗ്രീക്കുകാരെന്ന് പറയുമ്പോൾ വിജാതീയർക്കാണ്. ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും വിജാതീയർക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മുൻഗണനാ ക്രമമുണ്ട്. ആ മുൻഗണനാ ക്രമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലുള്ള ഒരു മുൻഗണനയാണ്. അബ്രാഹത്തിലൂടെ ഒരു ജനതയെ തിരഞ്ഞെടുത്തു, അബ്രാഹത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ രക്ഷകൻ യേശുക്രിസ്തുവാണെന്നുള്ള സത്യം ആദ്യം വിജാതരുടെ ഇടയിൽ പ്രഘോഷിക്കണം. ആ രക്ഷകൻ സാർവത്രിക രക്ഷകനാണ്. അപ്പോൾ ആ രക്ഷകൻ നൽകുന്ന ആ രക്ഷ ലോകത്തിൽ എല്ലാ ജനതകളും, വിജാതീയരും അറിയണം, വിജാതീയരും രക്ഷ സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. യഹൂദരിലൂടെ വിജാതീയരും രക്ഷയിലെ അനുഭവത്തിലേക്ക് വരണം എന്നുള്ളൊരു കാര്യമാണ്. ഒരു ജൂയിഷ് പ്രയോറിറ്റി ഉണ്ടെന്നുള്ളതൊരു സത്യമാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ അവർ ഈ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന മാതൃകയായിട്ട് പരിചയപ്പെടുത്തുകയാണ് സുവിശേഷത്തിൽ. ഈ വളരെ ചുരുക്കമായിട്ടാണ് വിജാതിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ശരി, പറയുന്നിടത്തൊക്കെ അവർ മാതൃകകളായിട്ടാണ് പറയുന്നത്. അവിടുത്തെ സ്വീകരിക്കുന്ന വ്യക്തികളായിട്ടാണ്. യഹൂദർ പലപ്പോഴും തിരസ്കരിക്കുകയാണ്.
ക്രിസ്തുവിനെ തിരസ്കരിക്കുകയാണ്. പക്ഷേ ഇവർ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഈ മനോഭാവമാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ വിജാതീയർ ദൈവവചനം കേൾക്കാനായിട്ട് താല്പര്യപൂർവ്വം കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ കൊർന്നേലിയസും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചർച്ചക്കാരും ഒക്കെ ഒരുമിക്കുകയാണ്. അവരത് സ്വീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ പ്രഘോഷണത്തെ, പത്രോസിൻ്റെ പ്രഘോഷണത്തെ അംഗീകരിക്കുകയും കൂടെ ചെയ്യുകയാണ്. അവരുടെ മാനസാന്തരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ഭാവാത്മകമായിട്ട് പോസിറ്റീവായിട്ടാണ് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത്, ഈ രക്ഷയോട് റെസ്പോണ്ട് ചെയ്യുന്നൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും വിജാതീയരാണ് സുവിശേഷം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതിന് മുൻപന്തിയിലുള്ളതെന്ന് പറയുന്നത്. യഹൂദർ അത് പൊതുവായിട്ട് എതിർക്കുമ്പോൾ വിജാതീയർ അംഗീകരിക്കുകയാണ്. ആദിമ സഭയിൽ നമ്മൾ നോക്കുമ്പോൾ, ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ക്രൈസ്തവ വിശ്വാസം പെട്ടെന്ന് വളർന്നത് എല്ലാം വിജാതീയ സമൂഹങ്ങളിലാണ്. ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അന്ത്യോക്യയിലെ സഭ, റോമയിലെ സഭ, കൊറിന്തോസിലെ സഭ, ഗലാത്യയിലെ സഭ, എഫേസ്യസിലെ സഭ, ഫിലിപ്പിയയിലെ സഭ, തെസലോനിക്കയിലെ സഭ എന്നൊക്കെ പറയുന്നത് കൂടുതലും വിജാതീയ ക്രൈസ്തവരുടെ സഭകളായിരുന്നു. വാസ്തവത്തിൽ വിജാതീയ ക്രൈസ്തവർ കൂടുതലായിട്ടുള്ള സഭകളായിരുന്നുള്ളതാണ്. അപ്പം വിജാതീയർ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്, വിജാതീയ ക്രൈസ്തവർ ഉൾപ്പെട്ട വിജാതീയരെ വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ് ഈ ആദിമ ക്രൈസ്തവ സഭ. അത് ക്രിസ്തുവിൻ്റെ മനോഭാവം കൂടുതലായിട്ട് വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരിക, നമ്മൾ ക്രൈസ്തവ സഭയിൽ യഹൂദരല്ലാത്ത വിജാതീയരായിട്ടുള്ള ആളുകളെ സ്വീകരിക്കുകയും അവർ സഭയിൽ വന്ന് സഭയുടെ വളർച്ചയ്ക്ക് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് യഹൂദരല്ലാത്ത വിജാതീയരായ ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് അവരോടുള്ള സാമൂഹ്യ ദർശനം എങ്ങനെയായിരിക്കണം, അവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്നും സുവിശേഷത്തിലെയും അപ്പസ്തോല പ്രവർത്തനങ്ങളിലുമൊക്കെ സംഭവങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മളോടുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.